ലാബ് ടെക്നീഷ്യനായ ആ 25 വയസ്സുകാരൻ തൻ്റെ കഴിവിൽ വിശ്വാസമർപ്പിച്ച് തൻ്റെ നാട്ടിൽ തന്നെ നാട്ടുകാർക്കായി സ്വന്തമായി ഒരു ക്ലിനിക് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. ഇത് കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ മലപ്പുറം കുറ്റിപ്പുറം ഹയാത്ത് മെഡിക്കെയർ ഹോസ്പിറ്റലിൻ്റെയും നാസിഫിൻ്റെയും കഥ. പാരാമെഡിക്കൽ എന്നുള്ള കോഴ്സ് എൻ്റെ കംപ്ലീറ്റ് ആയി, എൻ്റെ പഠനം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ വന്നു. ഒരു 1.5 വർഷം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. വീണ്ടും എനിക്ക് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഇതേപോലെ വർക്ക് ചെയ്താൽ പോരാ, നമുക്കൊരു സംരംഭകനെ തന്നെ ആവണം, സ്ഥാപനം തുടങ്ങണം എന്നുള്ള ചിന്തകളുണ്ടായി. അങ്ങനെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് തീരുമാനിച്ചു. അങ്ങനെ ഫാമിലി സപ്പോർട്ടോടുകൂടി മലപ്പുറം കുറ്റിപ്പുറത്ത് ഹയാത്ത് മെഡിക്കെയർ എന്ന പേരിൽ ഒരു ക്ലിനിക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അവിടെയും ഒതുങ്ങുന്നതായിരുന്നില്ല നാസിഫിന്റെ സ്വപ്നം. ഈ സാധാരണ ഒരു ക്ലിനിക്കിനെ ഹോസ്പിറ്റലാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ സ്വപ്നത്തിന് മേൽ പറന്നുകൊണ്ട് ഇന്റർനാഷണൽ ഹെൽത്ത് സമ്മിറ്റിലൊക്കെ പങ്കെടുത്ത അനുഭവവുമായി ആ ചെറുപ്പക്കാരൻ മലപ്പുറം കുറ്റിപ്പുറത്തിന്റെ മണ്ണിൽ 19 ഡിപ്പാർട്ട്മെന്റുകളിലായി 40-നടുത്ത് ഡോക്ടേഴ്സും 100-നടുത്ത് ജോലിക്കാരുമുള്ള ഒരു ഹോസ്പിറ്റൽ ശൃംഖലയ്ക്ക് തുടക്കം കുറിച്ചു. അതിനുശേഷം ഇപ്പോഴിതേ ദുബായ് ബേസ്ഡ് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് കമ്പനിയായ SNE ഗ്രൂപ്പിന്റെ ഇൻവെസ്റ്റ്മെന്റോടെ കുറ്റിപ്പുറത്ത് ഹയാത്ത് മദർ ആൻഡ് ചൈൽഡ് കെയർ ഹോസ്പിറ്റലിന്റെ പണിയും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്തതായി ഇതേ കമ്പനിയുടെ സഹായത്തോടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ദുബായ് ഉൾപ്പെടെ GCCയിലെ പല സ്ഥലങ്ങളിലും ഹയാത്ത് ഹെൽത്ത് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ആരംഭിച്ച് തന്റെ സ്വപ്നങ്ങളുടെ മേൽ ചിറക് വിടർത്തി പറക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. പ്രായം ഒരിക്കലും ഒരു തടസ്സമല്ല ഒന്നിനും. ഇപ്പം നമുക്കൊരു ആശയമുണ്ട്, നമുക്ക് ആ ആശയം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊരിക്കലും നാളേക്ക് വെക്കാതെ ഇന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര നേരത്തെ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നോക്കാം.